ഈ വരാൻ പോകുന്ന പുതിയ iOS 19 മിക്കവാറും ആൻഡ്രോയിഡ് 16 ക്രഷ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ആൻഡ്രോയിഡ് 16 ഇപ്പം മെയിനായിട്ടും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡെവലപ്പേഴ്സിന്, അതായത് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ആ ഒരു OEM ഡെവലപ്പ് ചെയ്യുന്നവർക്കൊക്കെ, അത് കസ്റ്റം ആൻഡ്രോയിഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നവർക്കൊക്കെ അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന പരിപാടിയാണ് ആൻഡ്രോയിഡ് 16 ഉദ്ദേശിക്കുന്നത്. പക്ഷേ iOS 19 വരുമ്പോൾ അത് മെയിനായിട്ടും ലുക്ക് ആൻഡ് ഫീൽ ആണ്. അപ്പം ഞാൻ മെയിനായിട്ടും ഇത് ഐഫോണിലേക്ക് വന്നത് iOS 14 മുതലാണ്. ഇപ്പം iOS 14 മുതൽ കുറേയധികം വെർഷൻസ് വന്നു. 15, 16, 17, ഇപ്പോൾ 18. ഇത്രയും വർഷം വന്നിട്ട് എനിക്ക് വന്നൊരു ചേഞ്ച് iOS 18 ആ ഒരു കൺട്രോൾ സെൻറ്ററിൽ. അതല്ലാതെ പ്രത്യേകിച്ച് ആ ഒരു ലുക്ക് ആൻഡ് ഫീലിൽ ഒരു തരത്തിലും മാറ്റം വന്നിട്ടില്ല. പക്ഷേ ഈ iOS 19 അങ്ങനെ ആകാൻ ചാൻസസ് വളരെ കുറവാണ്. കാരണം വിഷൻ OSന്റെ ആ ഒരു ഡിസൈൻ സംഭവങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്ന iOS 19 നിന്നാണ് ആൾക്കാരുകൾ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊത്തം ഒരു ഗ്ലാസ് വൈബായിരിക്കും തരാൻ പോകുന്നത്. അതായത് നിങ്ങൾ ആ ഒരു സെറ്റിങ്സ് ആപ്പ് എടുക്കുമ്പോഴും ഒരു ഗ്ലാസ് വൈബ് കിട്ടും. അതുപോലെ ഫോൺ ആപ്പ് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് ഗ്ലാസ് വൈബ് കിട്ടും. ഫോട്ടോസ് ആപ്പ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഗ്ലാസ് വൈബ്, ഫുള്ള് ഗ്ലാസ് വൈബായിരിക്കും. അപ്പം ഇത് എത്രത്തോളം കറക്റ്റ് ആവുമെന്ന് അറിയില്ല. ചിലപ്പം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങളിൽ ഒരു ബിഗ് ചേഞ്ച് ആയിരിക്കും ഈ iOS 19 വരാൻ പോകുന്നത്. അപ്പോൾ iOSന്റെ ഈ ഒരു ലേറ്റസ്റ്റ് വേർഷൻ iOS 19 ഈ ഡിവൈസുകളൊക്കെ ആയിരിക്കും അപ്ഡേറ്റ് ആയിട്ട് വരുന്നത്. ഭാഗ്യത്തിന് iOSന്റെ ആ ഒരു 19 iPhone SE സെക്കൻഡ് ജനറേഷനും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് iOS 19 റിവ്യൂ ചെയ്തില്ല. ഇനി ആൻഡ്രോയിഡ് 16 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെവലപ്പേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് ആണെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നമുക്ക് എന്താ പറയുക, ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ എന്ന രീതിയിൽ നമുക്ക് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതായത് അവരുടെ സെറ്റിങ്സിന്റെ ലെവൽ, സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ ആ ഒരു സെറ്റിങ്സ് ലെവൽ മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതിയൊരു ഫീച്ചർ കഴിഞ്ഞ ആ ഒരു ആൻഡ്രോയിഡ് 15 വന്നിട്ടുണ്ടായിരുന്നു, പ്രെഡിക്റ്റീവ് ആനിമേഷൻ. അതായത് സാധാരണ ആൻഡ്രോയിഡിന്റെ ആ ഒരു വേർഷനിലൊക്കെ നമ്മളൊരു സാധനം, ഒരു ആപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് ബാക്ക് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ബാക്ക് പോകുന്ന ആ ഒരു ആനിമേഷൻ മാത്രം കാണിക്കാറുള്ളൂ. പക്ഷേ ഈ ആൻഡ്രോയിഡ് 15 വന്നപ്പോൾ ആ ഒരു ഫീച്ചർ പ്രെഡിക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു പുതിയൊരു സംഭവം കൊണ്ടുവന്നായിരുന്നു. ഓക്കെ, അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നതിൻ്റെ ചെറിയൊരു സംഭവം നമുക്ക് ആ സൈഡിൽ കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ബാക്ക് പോകും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു സീംലെസ് ആയിട്ടുള്ളൊരു എന്താ പറയുക ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഇത്ര ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് 16 വരുന്നുണ്ട്. അത്യാവശ്യം ഫണ്ണായിട്ടുള്ള രീതിയിലാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ മെയിനായിട്ട് ഫണ്ണാവാൻ കാരണം പിക്സൽ ഡിവൈസസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അത് വർക്ക് ആവുന്നുണ്ട്. ബാക്കിയൊക്കെ ഉള്ള ആ ഒരു തേർഡ് പാർട്ടി കസ്റ്റം UI എങ്ങനെ വരുമെന്നും പറയാൻ പറ്റും. ഇപ്പം ഞാൻ മെയിനായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ പുതിയ വേർഷൻസിലൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം അവർ മെയിനായിട്ടും അവരുടെ ആ ഒരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിനെ ഇത്തിരി സ്റ്റേബിൾ ആക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു ഹാർഡ്വെയറും അതുപോലെ തന്നെ ആ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള മാക്സിമം കണക്ടിവിറ്റി, അതിൻ്റെ ആ ഒരു കണക്ഷനെ അത്യാവശ്യം നല്ല രീതിയിൽ ഓപ്പൺ ആക്കിക്കൊണ്ട് ഡെവലപ്പേഴ്സിന് അതിനെ ട്യൂക്ക് ചെയ്യാനുള്ള സെറ്റപ്പുകളാണ് ആൻഡ്രോയിഡ് 16 ഇപ്പം കൊടുക്കാൻ പോകുന്നത്. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമേ കൊടുക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അടുത്ത ആൻഡ്രോയിഡ് 17 ഇത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. ഇത് ഇങ്ങനെ നടക്കുമ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള കസ്റ്റം ആൻഡ്രോയിഡ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രീഡം ആയിരിക്കും. കുറേയധികം കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഹാർഡ്വെയറിന്റെ മാക്സിമം പൊട്ടൻഷ്യലിൽ നമുക്ക് ആ ഒരു UIയും അതുപോലെ തന്നെ ആ ഒരു ഓവറോൾ സെറ്റപ്പിനെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പുകൾ എക്സ്പെക്ട് ചെയ്യാം. ഫ്ലാഗ്ഷിപ്പ് മാത്രമല്ല, ആ ഒരു ബഡ്ജറ്റ് സീരീസിൽ നമുക്ക് ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് കാണാൻ പറ്റും. അപ്പം ഇനി ഞാൻ മെയിനായിട്ടും എക്സൈറ്റഡ് ആയിട്ടുള്ളത് ആ ഒരു കസ്റ്റം ആൻഡ്രോയിഡാണ്. ഇപ്പം ColorOSന്റെ ആ ഒരു 16, പിന്നെ HyperOS 3, ഇങ്ങനത്തെ കുറേ UIസിൻ്റെ അവരെന്ത് ചെയ്യുന്നത് ഞാൻ നോക്കിയിരിക്കുക. നല്ല രീതിയിലുള്ള ചേഞ്ചസ്, നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നത്തിങ്ങിൻ്റെ ആ ഒരു നത്തിങ് OS 3യും അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സാണ് തന്നുകൊണ്ടിരിക്കുന്നത്. AI ഫീച്ചേഴ്സ് തന്നു തുടങ്ങി. അതുപോലെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിനുപരി ഇട്ടുകൂടി കസ്റ്റമൈസേഷൻ പീക്കാണ്. എന്നാലും ആ ഒരു ഹാർഡ്വെയറിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സെറ്റപ്പിലേക്കാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ iOS 19 കസ്റ്റമൈസേഷൻ്റെ ഭാഗം വെച്ച് നോക്കുമ്പോൾ ഈ iOS 19 ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ എന്തായാലും ആൻഡ്രോയിഡിനെ ചതക്കും. ഓക്കെ, പക്ഷേ വേറൊരു രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് നല്ല രീതിയിൽ വിൻ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇങ്ങനെ ഓരോ പരിപാടിയും അൺലോക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് മെയിനായിട്ടും ഗുണമാവുന്നുണ്ട്, ഉപകാരപ്പെടുന്നത് ഡെവലപ്പേഴ്സിനാണ്. അവർക്ക് നല്ല നല്ല ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ഉള്ള ആപ്ലിക്കേഷൻസ് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഡിവൈസിനും
കസ്റ്റമൈസ് ചെയ്തിറക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു ഫ്ലാഷിപ്പ് ഡിവൈസിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു മിഡ് റേഞ്ച് പെർഫോമൻസ് ഉള്ള ഡിവൈസിൽ നിന്നും നോക്കേണ്ട കാര്യമില്ല. ഏത് ഫോൺ എടുത്താലും ഏകദേശം ഒരേ ലെവൽ പെർഫോമൻസ്. പിന്നെ കുറച്ചൊക്കെ മെയിനായിട്ടും ഹാർഡ്വെയർ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം നല്ല പ്രൊസസ്സർ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു സംഭവങ്ങളൊക്കെ ഇത്തിരി കൂടിയും മിനിമൈസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഈ ഒരു ആൻഡ്രോയിഡ് ഈ ഒരു പരിപാടി ചെയ്താൽ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ടും ഈ ഒരു 2 UI-യുടെയും ആ ഒരു വരാൻ പോകുന്ന സംഭവത്തെ പറ്റിയുള്ള ഒരു ഒബ്സർവേഷൻ. iOS 19 കാര്യം പറയുകയാണെങ്കിൽ iOS 19 അതിൻ്റെ ആ ഒരു ഫീച്ചർ ആയിട്ടുള്ള ആ ഒരു ഇവൻറ്റും കാര്യങ്ങളൊക്കെ ജൂണിലാണ് നടക്കാൻ പോകുന്നത്. ജൂൺ 5 എങ്ങാണ്ടാന്ന് തോന്നുന്നു. കറക്റ്റ് ഡേറ്റ് ഞാൻ താഴെ ഡിസ്പ്ലേ ഇവിടെ കൊടുക്കാം. പക്ഷേ ആൻഡ്രോയിഡ് 16 ജൂണിൽ റിലീസ് ആവാൻ പോകുന്നു. കാരണം ഇന്നേ വരെ ആൻഡ്രോയിഡിൻ്റെ ആ ഒരു ടൈമിലെല്ലാം നടക്കാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആൻഡ്രോയിഡ് 15 ഇറങ്ങിയത് ഒക്ടോബറിലായിരുന്നു. ഈ പ്രാവശ്യം വളരെ നേരത്തെയാണ് ആൻഡ്രോയിഡ് 16 ഇറങ്ങുന്നത്. അപ്പം ആൻഡ്രോയിഡ് 16 iOS 19 ലോഞ്ച് ഇവൻറ്റിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ റിലീസാവും. അതായത് തേർഡ് പാർട്ടി നമ്മുടെ ഫോണുകളിൽ ആൻഡ്രോയിഡ് 16 അപ്ഡേറ്റ് വന്നു തുടങ്ങും. മെയിനായിട്ട് പിക്സലിലൊക്കെ ആയിരിക്കും ഫസ്റ്റ് വരാം. പിന്നെ എന്തായാലും OnePlus-ന്റെ വരാൻ ചാൻസ് ഉണ്ട്. സാംസങ്ങും ആ ഒരു One UI 8-ന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വരാൻ നമുക്ക് നല്ല ചാൻസ് ഉണ്ട്. അപ്പം iOS 19 നിങ്ങൾക്ക് ജൂണിൽ അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു ലോഞ്ചിൽ WWDC 2025 കാണാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു ഒറിജിനൽ ലോഞ്ച് വരുന്നത് ഐഫോണിൻ്റെ ആ ഒരു 17 സീരീസിലായിരിക്കും. പക്ഷേ അത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ സെപ്റ്റംബർ വരെ വെയിറ്റ് ചെയ്യണം. ആ ഒരു ടൈമിൽ അവരുടെ iPhone 17 സീരീസ് ലോഞ്ച് ആവും. അതിനോടൊപ്പം ആയിരിക്കും ഈ ഒരു iOS 19 റിലീസ് ആവുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ആ ഒരു കിടപ്പ്. അപ്പം രണ്ടുപേരും നല്ല കോമ്പറ്റീഷൻ എന്ന് പറയാം. ഒരാൾ മെയിനായിട്ടും കസ്റ്റമൈസേഷൻ നോക്കുമ്പോൾ മറ്റൊരാൾ ബാക്ക് എൻഡും അതുപോലെ തന്നെ ആ ഒരു യൂസർ ഇൻട്രാക്ഷനൊക്കെ വേണ്ടി സ്ട്രോങ് ആയിട്ടുള്ള പരിപാടി ചെയ്യുന്നു. എല്ലാം നല്ലതാണ്. ഓക്കെ, അപ്പം iOS 19 വന്നു കഴിയുമ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ആ ഒരു റിവ്യൂ ഇടാം. പിന്നെ WWDC-യുടെ ആ ഒരു സമറൈസേഷനൊക്കെ ഉണ്ടാവും. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.